നമസ്കാരം, എല്ലാവർക്കും ഡി ഡി പോസിറ്റീവ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നലെ വാഗ്ദാനം തന്ന മാതിരി ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാൻ പോവാണ്. ഇതൊരു കഥ, ഒരു ആങ്ങളും പെങ്ങളുടെ കഥയാണ്. രണ്ടുപേർക്കും ഇമെൻസ് ടാലൻ്റ് ഉള്ളവരാണ്. രണ്ടുപേരും ഒരു ഡിഫറെൻറ്റ് സിറ്റുവേഷനിലാണ്. അതായത് ഈ ബ്രദർ പറയുന്നത് ജേക്കബ് ചെറിയൻ 29 വയസ്സ്, ഒരു സൊസൈറ്റി സ്റ്റിഗ്മേൻ്റെ വിക്ടിമൈസ് ആയത് ഒരു ആളാണ്. അതേ സമയത്ത് ത്രിഷ ചെറിയൻ 23 വയസ്സ്. ഞാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാനും ഒരു ചങ്കൂറ്റം കാണിക്കുന്ന ഒരു ഗേളായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ സാധാരണ ഈ 23-24 ഇയേഴ്സിലൊക്കെ പെണ്ണുങ്ങൾ അതേ കല്യാണം കഴിച്ചു പോകണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്യണോ, അതൊക്കെയാണ് അവരുടെ മെൻറ്റാലിറ്റി. പക്ഷേ ഈ ഒരു കുട്ടി കാണിച്ച ആ ധൈര്യം, എന്നാൽ എങ്ങനെയെങ്കിലും എൻ്റെ ലൈഫിൽ എൻ്റെ ഒറ്റ ഒരു എയിം എൻ്റെ ഏട്ടന് നോർമൽസിക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു ചങ്കൂറ്റം കാണിച്ച് വലിയൊരു നമ്മൾ അഭിനന്ദിക്കുന്ന കാര്യമുള്ളൂ എന്നാൽ കാര്യമാണ്. അപ്പം ആ ഒരു സമയത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ അടുത്തിന് ഒരു 6 മാസം കോച്ചിങ് എടുത്തു ത്രീസ. അപ്പോൾ ഇപ്പോൾ ഒരു കൊച്ചിയിൽ സംരംഭകരാണ്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ത്രീസയ്ക്ക് വന്നപ്പോൾ ആ ഒരു പല കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച്, കാരണം ആ ഒരു നമ്മൾ പറയില്ലേ റൂട്ടിങ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പോൾ അത് ചെയ്ത ശേഷം എൻ്റെ അടുത്ത് ത്രീസ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഏട്ടൻ്റെ കാര്യത്തിൽ ഇനി ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അങ്ങനെ ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തു. ഫസ്റ്റ് ടൈമാണ് ഒരു സൈക്കാട്രിക് കേസ് നമ്മളെടുത്തത്. അപ്പോൾ ഈ ജേക്കബ് ചെറിയന് ഒരു 10 വർഷം അവർ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ട് കുറേ സ്പെഷ്യൽ സ്കൂളിലൊക്കെ ആക്കി കുറേ പൈസയൊക്കെ ചിലവ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് റീഹാബിലേഷൻ ആക്കിയിട്ടും ഒന്നും ആയിട്ടില്ല. അവസാനം അവർ 10 വർഷം വീട്ടിൽ തന്നെ ഇരുത്തി, കംഫൈൻഡ് ആയിരുന്നു. കോവിഡൊക്കെ വന്നപ്പോൾ വീട്ടിൽ നിന്നിട്ട് അപ്പോൾ ആൾക്ക് ഭയങ്കര വൈൽഡാവാൻ തുടങ്ങി, സാധനങ്ങൾ വലിച്ചെറിയാൻ തുടങ്ങി, ഹേർട്ട് ചെയ്യാൻ തുടങ്ങി ആൾക്കാരെ. അങ്ങനത്തെ ഒരു ഭയങ്കര വൈൽഡ് സിറ്റുവേഷനില്ല. അപ്പോൾ ഫാമിലിയിൽ എല്ലാവർക്കും ടെൻസായി. ഈവൻ പാരൻസിനോട് അവൻ്റെ അടുത്ത് പോകാൻ പേടിയാണ്. പല സിറ്റുവേഷനായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ത്രീസ എന്നെ സമീപിച്ചിട്ട് ഇങ്ങനെ ഒരു കോച്ചിങ് എടുക്കണം. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ത്രീസ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ എൻ്റെ കേസ് നോക്കാൻ പറ്റും. ആ സമയത്ത് ത്രീസ ഈ കാര്യം അവരുടെ ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും പറയുമ്പോൾ അവർക്ക് എല്ലാവരും എതിർത്തു. നീ ഇങ്ങനെ ഇവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുക, അവൻ സൈക്കോളജിസ്റ്റ് കൂടിയല്ല, പിന്നെ ഇങ്ങനെ ഈ കുട്ടീനെ ഇങ്ങനെ മാറ്റാൻ പറ്റുക എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വന്നു. പക്ഷേ ത്രീസിൻ്റെ ഒറ്റ തീരുമാനം, എനിക്ക് ഇയാളുടെ ഫെയ്ത്ത് ഉണ്ട്, എനിക്ക് ട്രസ്റ്റ് ഉണ്ടെന്ന് ഒറ്റ ഒരു തീരുമാനത്തിനുണ്ട്. അത് എല്ലാ സിറ്റുവേഷനും മാറി. ഞാനവിടെ 6 മാസം പോയി ജേക്കബിന് കോച്ചിങ് ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അവൻ അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എടുത്തു, ഡ്രൈവിംഗ് ലൈസൻസ് സെക്കൻഡ് അറ്റംപ്റ്റിൽ എടുത്തു. പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്ത ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഇമെൻസ് ടാലൻ്റ് ഉണ്ട്. പക്ഷേ ആ ടാലൻറ്റ് പാരൻസ് ബേസിക്കലി അതിന് നേർച്ചർ ചെയ്ത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. കാരണം ആ സൊസൈറ്റി സ്റ്റിഗ്മ വന്നു. ഓക്കെ, ഈ കുട്ടിക്ക് എന്തോ മൈൻഡിൽ ഇഷ്യൂ ഉണ്ട്, സൈക്കാട്രിസ്റ്റ് കാണിച്ചു, അങ്ങനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, റൈറ്റ് ഓഫ് ചെയ്തു. ആ ഒരു സ്റ്റിഗ്മ ഇപ്പോഴും പല പാരൻസിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ് അതിൻ്റെ ബേസിക്കലി എങ്ങനെയാണ് നമ്മൾ ആ വിക്ടിമൈസ് ആവണത്. അപ്പോൾ അവിടെ ഒരു സെൽഫ് മെക്കാനിസമിൻ്റെ കുറവാണ്. അപ്പോൾ ആ ഒരു നേരം മറ്റേ സ്റ്റേജിൽ ത്രീസ സെൽഫ് മെക്കാനിസം വെച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തു. ആ ടാലൻറ്റ് അവളുടെ ഉണ്ടായിരുന്ന ടാലൻറ്റ് പുറത്ത് കൊണ്ടുവന്നു, സംരംഭകരായി. അതേ സമയത്ത് ബ്രദറിന് നല്ല ടാലൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സൊസൈറ്റീൻ്റെ സ്റ്റിഗ്മ കാരണം അവിടെ ആ ഒരു വീട്ടിൽ തന്നെ കംഫൈൻഡ് ചെയ്തിരുന്നു. അപ്പം ഞാൻ കോച്ചിങ് ചെയ്ത ശേഷം ആൾക്ക് ജോലി കിട്ടി, 6 മാസം ജോലി ചെയ്തു, ആദ്യമായിട്ട് ശമ്പളം വീട്ടിൽ കൊണ്ടുവന്നു. പാരൻസും ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു എക്സാമ്പിളിന് പഠിക്കാണ്ട്. സത്യം പറഞ്ഞാൽ ഇവർ ഒരു മാതൃകയാണോ ശരിക്കും എല്ലാവർക്കും, എല്ലാ പെൺകുട്ടികൾക്കും, എല്ലാ ഒരു ഫാമിലിക്കും, എല്ലാ കുട്ടികൾക്കും ഈ ഒരു മാതൃകയായിട്ട് മാറണം. ഇങ്ങനെ ഒരു ചാലഞ്ച് ആ ത്രീസ എടുത്തത് ഇങ്ങനൊരു ഏജിൽ, ഷോർട്ട് ഏജ്, ഒരു 23-24 ഏജിൽ അവളുടെ ഏട്ടന് വേണ്ടിയിട്ട് നല്ല ലൈഫ് കൊടുക്കാണ്. അത് ഏറ്റവും എത്ര നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ രണ്ടുപേരും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ബേസിക്കലി അവിടെ എഡ്യൂക്കേഷനും ഇതല്ല അവിടെ ഇമ്പോർട്ടൻസ്. നമ്മൾ പറയില്ലേ, നമ്മൾ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ NLP എടുത്തിട്ടുണ്ടോ, മറ്റെടുത്തിട്ടുണ്ടോ. ഇവിടെ വേണ്ടത് നമുക്ക് ആ അണ്ടർസ്റ്റാൻഡിങ്ങും, ഇവിടെ വേണ്ടത് നമുക്ക് നമ്മളെ പ്രോസസ്സാണ്. ആ പ്രോസസ്സാണ് ഞാൻ എൻ്റെ പ്രോഗ്രാം കൂടി ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ ആയിക്കോട്ടെ. അപ്പോൾ വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. നന്ദി.